ഉദ്ഘാടനത്തിന് തൊട്ടു പിന്നാലെയുള്ള വീഡിയോ. സ്ലീപ്പർ വന്ദേ ഭാരത് ട്രെയിനിൽ മാലിന്യവും ഭക്ഷണവും വലിച്ചുവാരിയിട്ട നിലയിൽ. പണം നൽകിയാൽ മാത്രം സാമൂഹിക ബോധമുണ്ടാവില്ലെന്ന് രൂക്ഷ വിമർശനം. 958 കിലോമീറ്റർ ദൂരം 14 മണിക്കൂറിനുള്ളിൽ വിമാനയാത്രയ്ക്ക് തുല്യമായി സഞ്ചരിക്കാനുള്ള അവസരവുമായി ഹൗറയ്ക്കും ഗുവാഹത്തിക്കുമിടയിൽ വന്ദേ ഭാരത് സ്ലീപ്പർ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഇന്നലെയാണ്. എന്നാൽ പുത്തൻ വന്ദേ ഭാരതിനുള്ളിൽ കാണേണ്ടി വന്ന കാര്യങ്ങൾ യാത്രക്കാരൻ ട്വിറ്ററിൽ പങ്കുവച്ചതോടെയാണ് ആളുകളുടെ സാമൂഹ്യ ബോധത്തെക്കുറിച്ച് രൂക്ഷമായ വിമർശനം ഉയരുന്നത്. ദീർഘദൂര ട്രെയിൻ യാത്ര പൂർണ്ണമായും മാറ്റുമെന്ന ആശയത്തിലാണ് വന്ദേ ഭാരത് സ്ലീപ്പർ എത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സ്ലീപ്പർ ട്രെയിൻ എന്ന പദവിയും പുതിയ വന്ദേ ഭാരതിനാണുള്ളത്. ട്രെയിൻ യാത്ര വിമാനയാത്ര പോലെയുള്ള അനുഭവമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് യാത്രക്കാരുടെ മോശം പെരുമാറ്റം ചർച്ച ചെയ്യപ്പെടുന്നത്. പാതിയാക്കിയ ഭക്ഷണം കമ്പാർട്ട്മെന്റിൽ വലിച്ചുവാരിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും ആഡംബര ജീവിതം നയിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ആരെന്നറിയുമോ എന്ന ചോദ്യവുമായി PV അൻവർ. UAE, അമേരിക്ക, ഇംഗ്ലണ്ട്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഫിൻലാൻഡ്, നോർവേ, സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, ബഹ്റൈൻ, നെതർലൻഡ്സ്, ഖത്തർ ഇങ്ങനെ നീളുന്നു വിദേശയാത്രകൾ. വിദേശ നിക്ഷേപം കൊണ്ടുവരാനാണ് ഈ യാത്രകളെല്ലാമെന്നായിരുന്നു വിശദീകരണം. എന്നാൽ കുടുംബവുമൊത്തുള്ള ഈ സന്ദർശനങ്ങൾ കാരണം കേരളത്തിൽ നിക്ഷേപം നടത്തിയ ഏത് വിദേശ രാജ്യമാണുള്ളത്, ഏത് വിദേശ കമ്പനിയാണുള്ളതെന്നും അൻവർ ചോദിക്കുന്നു. വിദേശയാത്ര നടത്താം, തെറ്റില്ല. കുടുംബവും ഒന്നിച്ച് ലോകം കറങ്ങാൻ പൊതുപണം ദൂർത്തടിക്കുന്നത് കടം കയറി മുടിഞ്ഞ കേരളത്തോട് ധാർമ്മിക ബാധ്യത ഇല്ലാത്തതുകൊണ്ടാണ്. ജനങ്ങളെ പറ്റിക്കുന്നതിന് പരിധിയില്ലേ എന്നും കുറിപ്പിൽ പറയുന്നു. NSS SNDP ഐക്യം ഏറ്റവും ആഗ്രഹിച്ചത് BJP ആണെന്നും ഇത്തരമൊരു തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണെന്നും BJP നേതാവ് V മുരളീധരൻ പറഞ്ഞു. NSS SNDP ഐക്യത്തെ BJP സ്വാഗതം ചെയ്യുകയാണ്. അതിന്റെ ഗുണം CPM-ന് ലഭിക്കില്ല. സനാതനധർമ്മം വൈറസ് എന്ന് പറയുന്നവരാണ് CPM. കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഭരണം നടത്തുന്ന ലീഗാണ്. ലീഗിന്റെ അപ്രമാദിത്യമാണ് ഭരണത്തിലുണ്ടാവുക. വർഗീയ നിലപാടിനെതിരെയാണ് വെള്ളാപ്പള്ളി പരാമർശം നടത്തിയതെന്നും G സുകുമാരൻ നായരുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത് പശ്ചാത്തലത്തിലാണെന്ന് അറിയില്ലെന്നും V മുരളീധരൻ പറഞ്ഞു. റോഡിലൂടെ നടന്നുപോയ വയോധികയെ പരുന്ത് കൊത്തി പരിക്കേൽപ്പിച്ചു. ആപ്പീത്ര ഭാഗത്ത് കളത്തിപ്പറമ്പിൽ TP ഓമനയുടെ കണ്ണിനാണ് പരുന്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇന്നലെ വൈകുന്നേരം 4:30 അയൽ വീട്ടിലേക്ക് പോയപ്പോഴായിരുന്നു സംഭവം. ഉടൻ കുമരകത്തെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ തേടിയെങ്കിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. കണ്ണുനീർഗന്ധിക്ക് പരിക്കുള്ളതായി ഡോക്ടർമാർ പറഞ്ഞു. ഇടുക്കി മൂന്നാർ 2-ാം മൈലിൽ വിനോദസഞ്ചാരികളും നാട്ടുകാരും തമ്മിൽ സംഘർഷം. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശികളായ 8 വിനോദസഞ്ചാരികൾക്ക് പരിക്കേറ്റു. ഇവരെ അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂന്നാർ സന്ദർശനത്തിന് ശേഷം ഇന്ന് തിരികെ പോകുന്നതിനിടെയായിരുന്നു സംഘർഷം. പള്ളിവാസൽ 2-ാം മൈലിന് സമീപം വിശ്രമിക്കാൻ വാഹനം നിർത്തിയ ഇടവേളയിലായിരുന്നു സംഭവം. നിർത്തിയിട്ടിരുന്ന ജീപ്പിന് സമീപം നിന്ന് അകത്തുള്ളവരുടെ ചിത്രങ്ങൾ പകർത്തുന്നത് ചോദ്യം ചെയ്താണ് സംഘർഷത്തിന് തുടക്കമിട്ടത്. സംഘർഷത്തിൽ 8 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ മുഖത്തിന് ഗുരുതരമായി മുറിവേറ്റിട്ടുണ്ട്. യുവാക്കളിൽ ഒരാളുടെ സ്വർണ്ണമാല നഷ്ടപ്പെട്ടതായും പരാതിയുണ്ട്. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രദേശവാസികളിൽ ചിലർ നിരന്തരമായി ശല്യപ്പെടുത്താറുണ്ടെന്ന് സമീപകാലത്ത് പരാതി ഉയർന്നിരുന്നു.